ഗുഡ് ഈവനിങ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി അല്പം ഛർദ്ദിച്ചു. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, കഴിവതും മെഡിസിൻസ് കൊടുക്കാതെ നോക്കാണ് സാർ. അതാണ് നല്ലത്. യു ആർ കറക്റ്റ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഭക്ഷണം തീരെ കഴിക്കുന്നില്ല സാർ. എന്താ നിരാഹാര സമരമല്ലോ? വാശിയുണ്ട് അല്പം. നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഏത് നേരവും കണ്ണീരൊലിപ്പിച്ചിരിക്കുന്നത് കാണാം. കുളിക്കാനോ വസ്ത്രം മാറാനോ ഒക്കെ ചെന്ന് കയ്യും കാലും പിടിക്കണം. ആ കുട്ടി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മളെന്താ വിട്ടികളാണോ? വിളിക്കവരെ. സോറി സാർ, ആനിയുടെ സമീപത്ത് വെച്ച് സിഗരറ്റ് വലിക്കരുത്. എന്താ അവർക്ക് ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടത്തിന് ഞാൻ പെരുമാറണോ? അതുകൊണ്ടല്ല സാർ. സാർ കേട്ടിട്ടില്ലേ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് മോർ ഇൻജുറിയസ് ടു ആർ ഹെൽത്ത് ദാൻ യുവർ ഹെൽത്ത്. ഈ പുക ആനി ശ്വസിക്കാനിടയായാൽ നിക്കോട്ടിൻ അവരുടെ രക്തത്തിൽ കലരും. ഈ രക്തമാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. Yes, you are correct. It's dangerous. നിങ്ങളെന്താ ഇവർ പറയുന്നൊന്നും അനുസരിക്കാത്തത്? ചോദിച്ചു കേട്ടില്ലേ? എന്നെ ഇവിടെ തള്ളിയിട്ടിരിക്കണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവിടെ എന്തിനാണ് ഒരു കുറവ്? ഇനിയും പണം വേണോ? പറ, എത്ര വേണം? തൃപ്തി വരുന്നവരെ തരാം. പക്ഷെ ആൻസറിനൊക്കെ ഞാൻ സഹിക്കില്ല. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. അഹങ്കാരം കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ എണ്ണി വാങ്ങുമ്പോൾ ഈ കണ്ണീര് അഹങ്കാരം ഒന്നും കണ്ടില്ലല്ലോ. പണം തന്ന് വാടകയ്ക്കെടുത്ത ഒരു യന്ത്രമല്ല ഞാൻ. ഞാനൊരു ഭാര്യയാണ്. എന്റെ ദാസ് ജീവിതത്തിനും മരണത്തിനിടയ്ക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്നെ ഒരു തടവ് പുള്ളിയെ പോലെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കൂടി സ്വാതന്ത്ര്യമില്ല. ഈ അവസ്ഥയെ കരയാൻ പാടില്ല. മരിക്കാനോ? ഭർത്താവിന്റെ മുമ്പിൽ മറ്റൊരാളുടെ ഗർഭവും താങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. എന്റെ ആത്മാവ് നിങ്ങൾ വാടകയ്ക്കെടുത്തിട്ടില്ല. സഹിക്കാൻ കഴിയാതായാൽ നിങ്ങൾ വാടകയ്ക്കെടുത്ത ഈ ശരീരം മരിച്ചു മരവിച്ച് കിടക്കുന്ന നിങ്ങൾ കാണും. ആനി വഴക്ക് പറയണ്ടായിരുന്നു. ഇത്തിരി കൂടിപ്പോയല്ലേ? സ്നേഹത്തോടെ പറഞ്ഞാ മതിയായിരുന്നു. ഭർത്താവ് അന്യനാട്ടിൽ കിടക്കുമ്പോൾ അവൾക്കിവിടെ മനസമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? സോറി, സോറി. അയ്യോ, താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടിട്ട് ഒരാഴ്ചയായി. ഞാനിപ്പോ തന്നെ വീട്ടിൽ പോയിട്ട് വരിക. ആ സ്ത്രീ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ്. അവർക്ക് കുഞ്ഞ് ജീവിച്ചാൽ എന്താ, അബോർഷൻ ആയാലെന്താ? അതുകൊണ്ട് പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നില്ല. വയറൊക്കെ ആയോ? വയറോ? എടോ, വയറ് വലിപ്പം വെച്ച് വരുന്നുണ്ടോന്ന്. ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ താനെന്തോ നോക്കുന്നേ? എടോ, സ്ത്രീകൾ ഗർഭിണികളാവുമ്പോ ഇതൊക്കെയല്ലേ നമ്മൾ പുരുഷന്മാരുടെ സന്തോഷം. ജോസിനെ ഗർഭമായിട്ടിരിക്കുമ്പോ ഞാൻ എന്നും മറിയക്കുട്ടിയുടെ വയറ് നോക്കും. അതിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നത് കാണാൻ തന്നെ ഒരു രസാ. നമുക്കൊരു അഭിമാനമൊക്കെ തോന്നും. പിന്നെ ചെവി വെച്ച് നോക്കിയാ ചില അനക്കങ്ങളും ചവിട്ടും തൊഴിയും ഒക്കെ അറിയാം. പിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പേരിട്ടു, ജോസ്. വയറ്റത്ത് ചുണ്ടി ചേർത്ത് വെച്ച് ഞാൻ ആ പേര് വിളിക്കും, ജോസ്. പ്രസവിച്ച് കണ്ണു പറഞ്ഞ പിന്നെ എവിടെ നിന്ന് ജോസേ എന്ന് വിളിച്ചാലും അവൻ നോക്കും. അതെ, ഈ കുഞ്ഞാണാണോ പെണ്ണാണോ നേരത്തെ അറിയാൻ പറ്റുമോ? എങ്ങനെ? എങ്ങനെ? ഒന്നുമില്ലേ? എങ്ങനെ അറിയാവൂ? എങ്ങനെയാന്ന് ഒക്കെ അറിയാം. താൻ പോയി നോക്ക്. ആനി, മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആനി, എന്ത് വേണം നിങ്ങക്ക്? ഒരു കത്തുണ്ട്. അയ്യോ, പതുക്കെ. എന്റെ ആനിക്ക് സ്വന്തം കൈപ്പടയിലെ കത്തെഴുതൂ എന്ന വാശിയിലായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാം, എഴുതാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ കൈകളിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഓമനെ, നിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു. അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നീ സന്തോഷമായിരിക്കൂ. രാജീവ് സന്തുഷ്ടനാണല്ലോ. ആ മനുഷ്യനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ. നിന്റെ കുഞ്ഞ് അവൻ അനങ്ങി തുടങ്ങിയോ? അവനെ വിറക്കരുത്. സ്നേഹപൂർവം, നിന്റെ ദാസ്.
ഹസ്ബൻഡ് സുഖമായിരിക്കുന്നു അല്ലേ? മോളെ പതുക്കെ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് മതി ഓട്ടവും ചാട്ടവും ഒക്കെ. വേണ്ട, ചാടരുത്. അയ്യോ എന്താ മോളെ? ഹലോ രാജീവ്. ആ ഹലോ. ആനിക്ക് സുഖം തന്നെയല്ലേ? ആ അതെ. ആനിയെ ഒന്ന് വിളിപ്പിച്ചാൽ ഉപകാരമായിരുന്നു. അത് വേണോ ചന്ദ്രദാസ്? അവരിപ്പോ നോർമൽ ഒരു മൂഡിലാണ്. നിങ്ങളെ കണ്ടാ പിന്നെ അവർക്ക് നിങ്ങളോട് ഇപ്പം 2 ദിവസം കഴിയണമെന്ന് തോന്നും. അത് പിന്നെ ഇല്ല, എനിക്കൊന്ന് കണ്ടാ മതി. ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർമാരോടോ ആയമാരോടോ അവരുടെ സുഖവിവരങ്ങൾ തിരക്കാം. അല്ലാതെ സോറി. എന്തു ദുഷ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? അമ്മ സംസാരിക്കണ്ട. മിസ്റ്റർ രാജീവ്, ഒരു ഭർത്താവിന്റെ അധികാരം കാണിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനോടുള്ള സ്വാർത്ഥത എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതല്ല. പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനോട് വരെ നിങ്ങൾ അസൂയാലുമായിരിക്കുന്നു. എന്റെ ഭാര്യയെ കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തടയാം. ചന്ദ്രദാസ്, പതുക്കെ, പതുക്കെ, ഓടരുത്. കരയരുത്. ഞാനും വരും കൂടെ. പാടില്ല. ഇത്രയൊക്കെ നീ പിടിച്ചു നിന്നില്ലേ? ഇനിയൊരു 3-4 മാസം അതോടി സഹിക്കൂ. മോള് സന്തോഷമായിട്ടിരുന്നു. ചന്ദ്രനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? പോട്ടെ. നിന്റെ കുഞ്ഞിന്റെ അച്ഛന് നീരസം തോന്നണ്ട. ഇടയ്ക്ക് വരാൻ ഞാൻ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. എന്താ നീ കൊച്ചുകുട്ടികളെ പോലെ? മതി. ചന്ദ്രദാസ്, ഐ ആം എക്സ്ട്രീംലി സോറി. എനിക്ക് മനസ്സിലാവില്ല ബന്ധങ്ങൾ, അതിന്റെ തീവ്രത എനിക്ക് അറിയില്ല. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. മിസ്റ്റർ രാജീവ്, ഐ ആം സോറി. എല്ലാവരും ചേർന്ന് രാജീവിനെ ബഫൂൺ കളിപ്പിക്കുകയാണല്ലേ? ഞാനൊരു ബഫൂൺ തന്നെയല്ലേ? അല്ലെങ്കിൽ ലോകത്താരും കാണിക്കാത്ത മണ്ടത്തരങ്ങൾ കാണിച്ച് പണവും സമയവും കളഞ്ഞ്. രാജീവ്, ദാസന് നിങ്ങളോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ ഹർട്ട് ചെയ്യരുതെന്ന്. ഓ, എന്റെ വയറ്റിനുള്ളിൽ കിടന്ന് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. നിങ്ങളുടെ തനി സ്വഭാവമാണെന്ന് തോന്നുന്നു. അവനോ അതോ അവളോ? ലക്ഷണം കണ്ടിട്ട് അവൻ തന്നെ. ഡോക്ടറും മാഗി ആന്റിയും അത് തന്നെ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. മനോജ്, നല്ല പേരല്ലേ? മനു എന്ന് വിളിക്കാം. മനു, മൈ സൺ മനു.
മനു മന്ദാര